നമസ്കാരം. സാക്ഷാൽ ഗണപതി ഭഗവാൻ എല്ലാ വിഘ്നങ്ങൾ അകറ്റുകയും സർവ ഐശ്വര്യം നൽകുകയും ചെയ്യുന്ന ദേവനാകുന്നു. മിഥുന സംക്രാന്തി ദിനം മുതൽ തന്നെ 5 രാശിക്കാരിൽ അനുകൂല ഭാവത്തിലാണ് ഭഗവാൻ നിൽക്കുന്നതും. ജൂൺ 15-ന് സൂര്യൻ മിഥുനത്തിൽ പ്രവേശിച്ചതോടെ ചില രാശിക്കാർക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും ശുഭകരമായ സമയം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു എന്നതാണ് വാസ്തവം. മിഥുനമാസത്തിൽ നിരവധിയാർന്ന ശുഭയോഗങ്ങൾ രൂപാന്തരം കൊള്ളുന്നുണ്ട്. ത്രിഗ്രഹി യോഗം, ശുക്രാദിത്യ യോഗം, ബുധാദിത്യ യോഗം, അമൃതസിദ്ധി യോഗം തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും സർവ്വ സൗഭാഗ്യങ്ങളും നിറയ്ക്കുന്നതായ നിരവധി യോഗങ്ങൾ രൂപാന്തരപ്പെടുന്നുമുണ്ട്. അതിനാൽ തന്നെ തീർച്ചയായും അമൃതസിദ്ധി യോഗത്തെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഐശ്വര്യം മാത്രം നിറയ്ക്കുന്ന ഒരു യോഗമാണ് ഇത്. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ, ശുഭകരമായ ഫലങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. ഏതെല്ലാം രാശിക്കാർക്കാണ് അമൃതസിദ്ധി യോഗത്താൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നത് എന്ന് മനസ്സിലാക്കാം. 25 ദിവസം നീണ്ടു നിൽക്കുന്ന കാലയളവാണ് ഇത്. അതിനാൽ തന്നെ തീർച്ചയായും ഈ സമയം, ഈ 25 ദിവസം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. അതിൽ ആദ്യത്തെ രാശിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് മേടം രാശിയാകുന്നു. മേടം രാശിക്കാർക്ക് ഗ്രഹങ്ങളുടെ അനുകൂല സ്വാധീനം പലപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ മികച്ച നേട്ടങ്ങൾ നൽകുന്നു എന്നതാണ് വാസ്തവം. അമൃതസിദ്ധി യോഗം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സൗഭാഗ്യം തന്നെയാണ്. മികച്ച നേട്ടങ്ങൾ നിങ്ങൾക്ക് നൽകുവാൻ സാധിക്കുന്നതായ യോഗം. പലപ്പോഴും കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഉയർച്ച ലഭിക്കാതെ വിഷമിക്കുന്നവരാണ് എങ്കിൽ അമൃതസിദ്ധി യോഗത്താൽ കരിയറുമായി ബന്ധപ്പെട്ട് തൊഴിൽ മേഖല, ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് അനുകൂലമായ പുരോഗതി കൈവരിക്കുന്നതിന് സഹായകരമാണ്. അനുകൂലമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരികയും അത് നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തുന്നതായി മാറും എന്ന കാര്യവും ഓർക്കുക. കൂടാതെ ഈ സമയം കരിയറുമായി ബന്ധപ്പെട്ട നേട്ടങ്ങളും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും. ജോലിയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വളരെ കാലമായി ജോലി അന്വേഷിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. അതിനുള്ള സാഹചര്യമാണ് വന്നു ചേരുക. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കുക. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ജോലി വാഗ്ദാനം നിങ്ങൾ അറിയുന്ന വ്യക്തികളിൽ നിന്നോ മറ്റോ ലഭിക്കാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു. ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം എന്ന് നിസ്സംശയം പറയാം. അതിനാൽ തന്നെ ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കർക്കിടകം രാശിയാകുന്നു. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അമൃതസിദ്ധി യോഗം നൽകുന്ന ശുഭകരമായ മാറ്റങ്ങൾ നിസ്സാരമല്ല. ഏത് പ്രതിസന്ധിയെയും നിങ്ങൾക്ക് അനായാസം തരണം ചെയ്യുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. സാക്ഷാൽ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുന്നതിനാൽ തന്നെ വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. കൂടാതെ ഈ സമയം നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ആത്മവിശ്വാസം ക്രമാതീതമായി വർദ്ധിക്കുകയും അതിനാൽ തന്നെ പല കാര്യങ്ങളും ശരിയായ രീതിയിൽ ചെയ്തു തീർക്കുവാൻ, പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യുന്നു. സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങളെ തേടി വരും എന്ന കാര്യവും ഓർക്കുക. പണം നിക്ഷേപിക്കുമ്പോൾ അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു. വിദ്യാർത്ഥികൾക്കും അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു. കൂടാതെ ഈ സമയം സമൂഹത്തിൽ നിങ്ങളുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുവാൻ അല്ലെങ്കിൽ ആദരവ് നേട്ടങ്ങൾ വർദ്ധിപ്പിക്കുവാൻ സഹായകരമായ അവസരങ്ങളും കടന്നുവരും. ധനപരമായ നേട്ടങ്ങൾ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് വന്നു ചേർന്നു എന്ന് വരാം. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ജോലി വാഗ്ദാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു. നാട്ടിലും വിദേശത്തും തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ചിങ്ങം രാശിയാകുന്നു. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബുധപ്രദോഷ ദിനമായ ഇന്ന് അമൃതസിദ്ധി യോഗം രൂപം കൊള്ളുന്നു എന്നതാണ് വാസ്തവം. എല്ലാ അർത്ഥത്തിലും അതിനാൽ തന്നെ ഈ യോഗം നിങ്ങൾക്ക് ഗുണകരമായി മാറും. ഇതിൽ സംശയം വേണ്ട എന്നതാണ് വാസ്തവം. കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുന്നവരാണ് നിങ്ങൾ എങ്കിൽ
തീർച്ചയായും അതിന് പരിഹാരം കണ്ടെത്തുകയോ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുകയോ ചെയ്യാവുന്നതാണ്. ഈ സമയം നിങ്ങൾക്ക് പല രീതിയിലുള്ള അനുകൂലമായ കാര്യങ്ങളും വന്നു ചേരാം. ശുഭകരമായ വാർത്തകൾ കേൾക്കേണ്ടതായി വരാം. കൂടാതെ ഈ സമയം ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾക്ക് തടസ്സങ്ങൾ ഒഴിഞ്ഞ് ധനപരമായ നേട്ടങ്ങളും ശരിയായ രീതിയിൽ ബുദ്ധിയോടെ ചിന്തിച്ച്, അതായത് ബുദ്ധി വൈഭവത്താൽ കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുകയും അത് വിജയത്തിൽ എത്തുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം ഈ രാശിക്കാരിലുള്ള വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ വർദ്ധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. കൂടുതൽ കഠിനാധ്വാനം ചെയ്യുകയാണ് എങ്കിൽ ഈ സമയം വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് തുലാം രാശിയാകുന്നു. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഇവർക്ക് വന്ന് ചേർന്നിരിക്കുന്നതായ സമയമാകുന്നു. മുടങ്ങിക്കിടക്കുന്നതായ പല ജോലികളും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങളാൽ പൂർത്തീകരിക്കുവാൻ സാധിക്കാത്തതായ കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വന്നു എന്ന് വരാം. പല തരത്തിലുള്ള സഹായങ്ങൾ, അത് ധനപരവും അല്ലാതെയുമായ സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. തൊഴിലുമായി ബന്ധപ്പെട്ടും ഇത്തരം സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഈ സമയം ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കടന്ന് വരുന്നതായ സമയമാകുന്നു. സാമ്പത്തികപരമായ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ഇതും പ്രത്യേകമായി തന്നെ ഓർത്തിരിക്കേണ്ടതാകുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയം കൂടിയാണ് എന്ന കാര്യവും ഓർക്കുക. തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. ഈ സമയം നിങ്ങൾക്ക് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിയെ അമിതമായി വിശ്വസിക്കുന്നത് മൂലം നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ഈ രാശിക്കാർ ഏവരും ഗണപതി ഭഗവാനെ ആരാധിക്കുന്നതും ഗണപതി ക്ഷേത്രങ്ങളിൽ, വിഘ്നേശ്വര ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ്. സാധിക്കുന്ന ഏവരും ഇന്നേ ദിവസം മുതൽ ഗണപതി സ്വാമിയുടെ മന്ത്രങ്ങൾ ജപിച്ചു തുടങ്ങുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ്. കൂടാതെ ഗണപതി ഭഗവാന് കറുകാമാല ചാർത്തുന്നതും നാളികേരം ഉടയ്ക്കുന്നതും ഗണപതി ഹോമം നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ്. ഈ വഴിപാടുകൾ കൂടി നടത്തി ഭഗവാനെ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങൾ വന്നു ചേരും. വന്നു ചേർന്നിരിക്കുന്നതായ ഈ ശുഭഫലങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തടസ്സങ്ങൾ കൂടാതെ തന്നെ കടന്നു വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്.